എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 3 ഫൈനൽ പാർട്ടാണ്, പാർട്ട് 7 ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സിൽ ആംപ്ലിറ്റ്യൂഡ് വരെയാണ് പഠിച്ചത് അല്ലേ? നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷന്, അത് കഴിഞ്ഞ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു. നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്ക്, വെലോസിറ്റി, ആക്സിലറേഷൻ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇതൊക്കെ നമ്മൾ നോക്കണം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ടാവുന്നു. ഓക്കെ, ദെൻ എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ വെലോസിറ്റി ഓഫ് SHM ആണ് കേട്ടോ. y is equal to a sin omega t plus phi ആണ് എന്ന് വിചാരിക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് dy by dt is equal to, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a into cos omega t plus phi. ശരിയല്ലേ? സോ ഇൻറ്റു ഒമേഗയുടെ ഡെറിവേറ്റീവ്, ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഒരു ഒമേഗയും കൂടെ വരും. സോ എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ശരിയാണല്ലോ? സോ ഇതാണ് നമ്മുടെ വെലോസിറ്റി. ദാറ്റ് ഈസ് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. നമുക്കറിയാം സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി എടുത്താൽ എന്ത് കിട്ടും? 1 കിട്ടും അല്ലെ? ഇവിടെ ഈ കേസ് നോക്കുകയാണെങ്കിൽ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എടുത്താൽ നമുക്ക് എന്ത് വരും? 1 വരുമല്ലോ ആൻസർ. അവിടെ നമുക്ക് എന്ത് എഴുതാം? കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാം. കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. ശരിയല്ലേടോ? കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്ക്ക് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താണ്? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. ശരിയല്ലേ? 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് അപ്പുറം പോകും. അവിടുന്ന് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതുമ്പോൾ അതിന് റൂട്ട് കൊടുക്കണം. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ത് വരും ഈ ഇക്വേഷനിൽ നിന്ന്? ഫ്രം ദിസ് ഇക്വേഷൻ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് y ബൈ എ എന്ന് വരത്തില്ലേ? y ബൈ എ നമ്മൾ ഇപ്പുറം കൊണ്ട് ഹരിക്കുന്നു. സോ അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ y സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. ശരിയല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. സെപ്പറേറ്റ്ലി റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ശരിയല്ലേ? സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്ക്ക് പകരം റൂട്ട് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. നമുക്ക് എയും എയും കട്ട് ചെയ്യാം. ഫ്രം ദാറ്റ് വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇനി ഇതിന്റെ രണ്ട് സ്പെഷ്യൽ കേസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് മീൻ പൊസിഷൻ y ഈക്വൽ ടു 0 ആവുന്ന കേസ്. വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എന്തായിരുന്നു? വൈ സ്ക്വയർ. മീൻ പൊസിഷൻ y 0 ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അന്നേരമാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. വി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ എന്ന് വരും. റൂട്ട് എ സ്ക്വയർ എ ആവും. ദാറ്റ് ഈസ് ഒമേഗ എ. ദിസ് ഈസ് വി മാക്സ്, മാക്സിമം വെലോസിറ്റി. അപ്പം അവിടെ ഒരു ചോദ്യമുണ്ട്, ഏത് പൊസിഷനിലാണ് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്? മീൻ പൊസിഷനിലാണ് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. മാക്സിമം വെലോസിറ്റി കിട്ടുന്ന പൊസിഷൻ എന്താണ്? മീൻ പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എ ആണ്. സോ വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈക്ക് എ കൊടുത്താൽ എ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 0. So velocity is equal to 0. So at extreme position, that is V minimum. At extreme position, V minimum is equal to 0. At mean position, V max is equal to
omega A. At mean position, Vmax is equal to omega A. At extreme position, Vminimum is equal to 0. Okay. Clear ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ജസ്റ്റ് ഒമേഗ എ കണ്ടുപിടിച്ചാൽ മതി എന്ന് അർത്ഥം. മനസ്സിലായോ? ഇതാണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ. ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ഓക്കെ, y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dy ബൈ ഡി ടി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഒമേഗൻ്റെ ഡെറിവേറ്റീവ് ഒമേഗ ടിൻ്റെ ഡെറിവേറ്റീവ് ഒമേഗ. സോ ദാറ്റ് ഈസ് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ അന്നേ, ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ശരിയല്ലേ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി ടി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 5. ശരിയല്ലേ? ഇൻറ്റു എന്തും കൂടെ ഉണ്ടാവും, ആ ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് ഒമേഗയും കൂടെ ഉണ്ടാവും. സോ ഒരു മൈനസ് ഉണ്ട്, എ ഒമേഗ സ്ക്വയർ ഉണ്ട്, പിന്നെന്താണ്, പിന്നെ ഒരു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 ഉണ്ട്. ശരിയല്ലേ? സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ശരിയാണല്ലോ? ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു y ബൈ എ അല്ലേ? അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5ക്ക് പകരം y ബൈ എ. എ കട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ y. സോ ആക്സലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ y. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സലറേഷന്റെ ഫോർമുല എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ y. ആക്സലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ y. ക്ലിയർ ആണോ നോക്കണേ? എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ y ആണ്. ഓക്കെ, സോ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ y. ഇവിടെ മീൻ പൊസിഷനിൽ എന്തായിരിക്കും? മീൻ പൊസിഷനിൽ y 0 ആകുമ്പോൾ ആക്സലറേഷൻ 0 ആവും. സോ അറ്റ് മീൻ പൊസിഷൻ ആക്സലറേഷൻ ഈസ് 0. അറ്റ് എക്സ്ട്രീം പൊസിഷൻ എന്ത് വരും? സോ അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസും കൂടെ എഴുതിക്കോളൂ. അറ്റ് മീൻ പൊസിഷൻ y is equal to എന്താണ്? 0. Therefore acceleration is equal to minus omega square y. അല്ലേ? yക്ക് 0 കൊടുത്താൽ acceleration is equal to minus omega square into 0. So acceleration is equal to 0. Okay. Then at extreme position y is equal to a. എക്സ്ട്രീം പൊസിഷനിലുള്ള കണ്ടീഷൻ എന്താണ്? y is equal to a ആവും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ആക്സലറേഷൻ is equal to minus omega square a. ആക്സലറേഷൻ is equal to എന്താണ്? minus omega square a. സോ ഇത് ഓർത്ത് വെച്ചോണേ. അറ്റ് മീൻ പൊസിഷൻ y എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അറ്റ് എക്സ്ട്രീം പൊസിഷൻ, നമ്മൾ എക്സ്ട്രീം പൊസിഷൻ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് വരിക? ആക്സലറേഷൻ is equal to മൈനസ് ഒമേഗ സ്ക്വയർ എ ആണ് ആൻസർ കിട്ടുക. നോക്കിക്കേ. സോ അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ പറഞ്ഞു, വെലോസിറ്റിയുടെ 2 സ്പെഷ്യൽ കേസുകൾ പറഞ്ഞു, അതിനുശേഷം നമ്മൾ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞു, ആക്സലറേഷൻ്റെ 2 സ്പെഷ്യൽ കേസുകൾ നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. സോ നെക്സ്റ്റ് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എനർജീനെ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് എനർജി ഉണ്ട്. ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ശരിയല്ലേടോ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എനർജി പറയുമ്പോൾ പ്രധാനമായിട്ടും 2 എനർജി ഉണ്ട്. ഏതൊക്കെയാണോ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ശരിയല്ലേ? നമ്മളൊരു കാര്യം ഇവിടെ ഓർക്കണം, നമ്മൾ മാക്സിമ മിനിമ എന്ന് എഴുതുന്ന കേസിൽ ഈ മൈനസ് ഒഴിവാക്കണം കേട്ടോ. ഇവിടെ ആക്സലറേഷന്റെ മിനിമയാണ് 0, എ മിനിമയാണ് 0.
So minimum acceleration is at mean position. Maximum velocity is also at mean position. അത് പ്രത്യേകം ഓർത്തോണം. Then at extreme position y equal to a ഇത് നമ്മൾ മാക്സിമം ആക്സലറേഷൻ എഴുതില്ല. മാക്സിമം എ മാക്സ് എന്ന് എഴുതിയാൽ ഇതിന്റെ മോഡുലസ് എടുത്തോണം. ഇപ്പം എന്തൊരു ഒമേഗ സ്ക്വയർ എ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാറ്റിക്കോണം, സോറി സൈൻ മാറ്റിക്കോണം, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തെഴുതിയാൽ മതി. ഓക്കെ, മാക്സിമം ആക്സലറേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി, ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ട് ഒമേഗ സ്ക്വയർ എ എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാവ് ടു ടൈപ്സ് ഓഫ് എനർജി. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് രണ്ട് ടൈപ്പ് എനർജി ഉണ്ടാവും. ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിംഗ് ദ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. സോ വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിംഗ് ദ പാർട്ടിക്കിൾ ത്രൂ അഡീഷണൽ ഡിസ്റ്റൻസ് ഡി എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഡി എക്സ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഇൻറ്റു ഡി എക്സ്. നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ എന്താണ്? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എഫിന് പകരം നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എഫിന് പകരം കെ എക്സ് കൊടുക്കാം, മൈനസ് കെ എക്സ് കൊടുക്കാം. മൈനസ് കെ എക്സ് ഇൻറ്റു മൈനസ് വരുമ്പോൾ അത് പ്ലസ് കെ എക്സ് ആവും. അപ്പോൾ ഡി ഡബ്ല്യു ഈക്വൽ ടു കെ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഡി എക്സ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ശരിയല്ലേ? അതായത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. വർക്ക് എനർജി തിയറം അനുസരിച്ച് ഇപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഒക്കെ ഓർത്ത് വെച്ചോണം. അത് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. നമുക്ക് പിന്നീട് പറയാം കേട്ടോ അത്. സോ ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ എം ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ശരിയല്ലേ? ഫ്രം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം, അവിടുന്ന് ഒമേഗ സ്ക്വയർ കെ ബൈ എം. ഫ്രം ദാറ്റ് കെ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എം, അഥവാ എം ഒമേഗ സ്ക്വയർ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെക്ക് പകരം എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ ആണെങ്കിൽ എക്സ് 0 കൊടുക്കാം. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? 0 വരും. ശരിയല്ലേ? പൊട്ടൻഷ്യൽ എനർജി 0, അതാണ് മിനിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ ആണെങ്കിൽ എക്സിന് എ കൊടുക്കാം. അപ്പോൾ എക്സിന് എ കൊടുത്താൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ, അതാണ് മാക്സിമം. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ് മാക്സിമം. എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ വരും. സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നെക്സ്റ്റ് കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ ഇ കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എടുത്താൽ എന്ത് വരും? ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. ഓപ്പൺ ചെയ്താൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഈ ഇക്വേഷൻ തന്നെയാണ് എന്തിന്റെ ബേസിക് ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ മെയിൻ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്പെഷ്യൽ കേസ് പറയുമ്പം ഇക്വിലിബ്രിയം പൊസിഷൻ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം അങ്ങ് പോകും, അല്ലെ? ഈ രണ്ടാമത്തെ ടേം അങ്ങ് പോകും, ഈ ടേം അങ്ങ് പോകും. എക്സ് 0 ആയി കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഉണ്ടാവുള്ളൂ. ഇതെന്തായിരുന്നു? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്തായിരുന്നു? ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ കൈനറ്റിക് എനർജി ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ. എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. മൈനസ് ചെയ്ത് 0 വരും. സോ അറ്റ് എക്സ്ട്രീം പൊസിഷൻ കൈനറ്റിക് എനർജി ഈസ് എന്താണ്? 0. എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്താണ് വരിക? 0 ആണ്. അത് എത്താണെന്ന് അറിയാം നമുക്ക്, മിനിമം ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? സംഭവം സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി.
കൈനറ്റിക് എനർജി എന്തായിരുന്നു? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? സോറി, ഇതിന്റെ സം അല്ലായിരുന്നു. ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് കൈനറ്റിക് എനർജി തിരിഞ്ഞാണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ആണ്. തിരിച്ചെഴുതാം നമുക്ക്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഉണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഇ പി പ്ലസ് ഇ കെ. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിരുന്നു. കൈനറ്റിക് എനർജി ഹാഫ് എം വെലോസിറ്റി എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ കട്ട് ചെയ്യാം. സോ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. സോ ദിസ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ടോട്ടൽ എനർജി എന്താണ് കിട്ടുക? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ക്ലിയർ ആണോ നോക്കിക്കേ. കൈനറ്റിക് എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ക്ലിയർ അല്ലേ? ടോട്ടൽ എനർജി എത്രയാണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓസിലേഷൻസിനെ കുറിച്ചൊന്ന് പറയാം. അൺഡാംപ്ഡ് ഓസിലേഷൻ. അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? When body oscillate with constant amplitude which does not changes with the time, the oscillation is called undamped oscillation. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. ശരി, അപ്പോൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാംപ്ഡ് ഓസിലേഷൻ ആർ പീരിയോഡിക് ഓസിലേഷൻസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. വിത്ത് ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന ഓസിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡാംപ്ഡ് ഓസിലേഷൻ. ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന ഓസിലേഷൻ ആണ് ഡാംപ്ഡ് ഓസിലേഷൻ. എ ഹാർമോണിക് ഓസിലേറ്റർ ഇൻ വിച്ച് ഓസിലേഷൻസ് ആർ ഡാംപ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദി റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് കോൾഡ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻസ്. ഡാംപ്ഡ് ഓസിലേഷൻ ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. യെസ്, അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതൊന്നും സിലബസിൽ പറയുന്നില്ല. ഓക്കെ, എനിക്കൊന്ന് എന്താണ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ 2m കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നൊക്കെ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഡാംപ്ഡ് ഓസിലേഷനും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0 എന്നൊക്കെ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അത് സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. പക്ഷേ അവിടെ നമുക്ക് റെസൊണൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, റെസൊണൻസിനെ കുറിച്ച് പറയാം നമുക്ക്. നമ്മൾ റെസൊണൻസ് വിശദമായിട്ട് ഒരു സ്ഥലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു? നമ്മുടെ RLC സീരീസ് സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ റെസൊണൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൽ ആകുമ്പോൾ 1/c ഒമേഗ എൽ ഒമേഗ ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LC ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC, ഒമേഗ 2πf ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 1/LC. അവിടുന്ന് F ഈസ് ഈക്വൽ ടു 1/2π√LC. LCR സീരീസ് സർക്യൂട്ടിനെ സെലക്ടർ സർക്യൂട്ട് എന്ന് വിളിക്കാം. കാരണം എല്ലും സിയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഫ്രീക്വൻസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് ദാറ്റ് ഈസ് കോൾഡ് സെലക്ടർ സർക്യൂട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫ്രീക്വൻസി പഠിച്ചു, അതിനെ റെസൊണന്റ് ഫ്രീക്വൻസി എഫ് എന്ന് വിളിക്കും. ശരിയല്ലേ? ഇനി ഇവിടെ നമ്മൾ ജനറലി എന്താണ് റെസൊണൻസ് ഓസിലേഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കേ. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ when the frequency of external periodic force ന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്ലൈഡ് ഓൺ ആൻ ഓസിലേറ്റർ become equal to the natural frequency of the oscillator. അതായത് എക്സ്റ്റേണൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി. അന്നേരം സംഭവിക്കുന്ന ഒന്നാണ് റെസൊണൻസ്. ഓക്കെ, ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്താണ് ഒരു എക്സ്പ്ലോഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് ചില്ലൊക്കെ പൊട്ടി വീഴുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആ എക്സ്പ്ലോഷനിൽ നിന്ന് വരുന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും ആ ചില്ലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും കോയിൻസൈഡ് ചെയ്യുമ്പോൾ അത് എന്ത് സംഭവിക്കും? അത് ബ്രേക്ക് ചെയ്യും. അവിടെ പിന്നിൽ സംഭവിക്കുന്ന സാധനം എന്താണ്? ഈ റെസൊണൻസ് ആണ്. ദ ഓസിലേറ്റർ ഓസിലേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലാണ് റെസൊണൻസ് സംഭവിക്കുക. അതാണ് അത് ബ്രേക്ക് ആയി പോകുന്ന അർത്ഥം. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റെസൊണൻസ്. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. V ഈസ് ഈക്വൽ ടു V0 ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഓക്കെ,
ആപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ്. വെൻ സോൾജിയേഴ്സ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്. വെൻ സോൾജിയേഴ്സ് ക്രോസ് എ സസ്പെൻഷൻ ബ്രിഡ്ജ്, അതായത് ഇങ്ങനെ ഒരു തൂക്കുപാലം എന്ന് പറയും, സസ്പെൻഷൻ ബ്രിഡ്ജ് സോൾജിയേഴ്സ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ അഡ്വൈസിങ് ടു ബ്രേക്ക് ദ സ്റ്റെപ്സ് അവേ, അതായത് ഒരുമിച്ച് എന്താണ് മാർച്ച് പാസ് പോലെ വരരുത്, അല്ലാണ്ട് റാൻഡം ആയിട്ട് നടക്കണം. ഓക്കെ, സോൾജേഴ്സ് വരുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ, ഒരേപോലെ ഫുഡ് സ്റ്റെപ്സ് വെച്ചിട്ടാണ്, ഒരേ ഫോഴ്സിൽ ഒരേപോലെ ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ടാണ് വരിക. അപ്പം ആ ഒരു ഫോഴ്സ് പാലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് സെയിം ആയിട്ട് ചിലപ്പോൾ ബ്രേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സോൾജേഴ്സ് പാലത്തിൽ മാർച്ച് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകിച്ച് ഇതേപോലെ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണെങ്കിൽ, വൈൽ ക്രോസിംഗ് ദ ബ്രിഡ്ജ് if the soldiers move in steps, the frequency of their marching steps may be equal to the natural frequency of the suspension bridge. Natural frequency of suspension bridge ആയിട്ട് സെയിം ആവാൻ സാധ്യതയുണ്ട്. That is, the bridge may vibrate in resonance with the marching steps. This oscillation would reach maximum peak when the bridge can no longer sustain its sound strength, hence collapses. Therefore, soldiers are ordered to break their steps while crossing the bridge. Okay. So next, glass window pans. Glass window pans sometimes broken by an explosion. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്താണ്? The disturbance set by the explosion reach the glass pans and set them into vibration sometimes. അല്ലേ, ഒരു ബുള്ളറ്റ് പോകുമ്പോൾ തന്നെ അതിൻ്റെ രീതിയിൽ ചെറിയ വൈബ്രേഷൻസ് ചില്ലുകൾക്കൊക്കെ വരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, the frequency of vibration of these pans becomes equal to the natural frequency and the resonance occurs. So at the resonance, amplitude of vibration is large and the glass pan is break. resonance സംഭവിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടുകയും ഗ്ലാസ് പാൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പീരിയോഡിക് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്. ഇതും കൂടെയാണ് സിലബസിൽ പറയുന്നത്. ഓക്കെ, വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ് എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ അനുസരിച്ച് F is equal to minus kx ആണെന്ന് നമുക്കറിയാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് F is equal to ma ആണെന്ന് അറിയാം. അവിടുന്ന് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ F/m കിട്ടും. ഓക്കെ, സോ നോക്കിക്കേ, ആക്സലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഫിന് പകരം മൈനസ് കെ എക്സ് കൊടുത്താൽ മൈനസ് കെ എക്സ് ബൈ എം മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ശരിയാണല്ലോ. ഇനി നമുക്കറിയാം ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ്. മൈനസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കെ ബൈ എം ഇൻറ്റു എക്സ്. ശരിയല്ലേ? എക്സും എക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/t ആണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്നാണ് ഒമേഗയുടെ ഫോർമുല. 2π ഇൻറ്റു ഫ്രീക്വൻസി. 2π ഇൻറ്റു ഫ്രീക്വൻസിക്ക് പകരം റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണെന്ന് അറിയാലോ. സോ 2π/t നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അതായത് 2π/t is equal to root of k by m. Taking reciprocal on both sides, e by 2π എന്ത് കിട്ടും? റൂട്ട് എന്താണ്? റൂട്ട് ഓഫ് എം ബൈ കെ എന്ന് വരും. നേരെ തിരിഞ്ഞു വരും. അവിടുന്ന് t is equal to 2π into root of m by k. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. എമ്മും കെയും തന്നിട്ട് ടി കണ്ടുപിടിക്കാൻ ചോദിക്കും. സോ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് ഫോർമുല പഠിച്ചു വെച്ചോളൂ. പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g അല്ലേ? അതിന്റെ പ്രോബ്ലം വേണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. ദാറ്റ്സ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പീരീഡ് എന്താണ്? സിമ്പിൾ പെൻഡുലം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സ്പ്രിംഗ്, ലോഡഡ് സ്പ്രിംഗ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അത് രണ്ടും ഡെറിവേഷൻ ഉണ്ട്. ആദ്യത്തെ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് ഞാൻ ഡിറൈവ് ചെയ്യാനാണ്. അതും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g. ഇതെന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം, ടൈം പീരീഡ് ഓഫ് ലോഡഡ് സ്പ്രിംഗ്, രണ്ടും നോക്കിക്കോണേ. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്താണ്?
ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. സ്പ്രിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ. ഇവിടെ എമ്മും കെയും തന്നിട്ട് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത ഒരു നോട്ടായിട്ടൊരു കാര്യം എഴുതി വെച്ചോണേ. ഇത് എക്സാമിന് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. എ സെക്കൻഡ് പെൻഡുലം ഈസ് ദ വൺ വെയർ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ് 2 സെക്കൻഡ്. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ, നോക്കിക്കേ. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ടൈം പീരീഡ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. 2 നമുക്ക് കട്ട് ചെയ്യാം. 1 ഈസ് ഈക്വൽ ടു π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. 1 ഈസ് ഈക്വൽ ടു π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി. അവിടെ നിന്ന് എൽ ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ π സ്ക്വയർ അല്ലേ? സോറി, എൽ സ്ക്വയർ ഉണ്ടേ, ഇല്ലല്ലോ, എല്ലേ ഉള്ളൂ. സ്ക്വയർ ചെയ്താൽ 1 ഈസ് ഈക്വൽ ടു π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി വരുള്ളൂ. ശരിയാണ്. എൽ ഈസ് ഈക്വൽ ടു ജി ബൈ π സ്ക്വയർ. അതായത് ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ശരിയല്ലോടോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എൽ ഈസ് ഈക്വൽ ടു ജി ബൈ π സ്ക്വയർ. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. π എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അത് നമ്മൾ സ്ക്വയർ എടുക്കണം. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 0.993 മീറ്റർ ആണ്, അല്ലെങ്കിൽ 99.3 സെന്റിമീറ്റർ ആണ്. സോ ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി സെക്കൻഡ്സ് പെൻഡുലം. ഓർത്ത് വെച്ചോണം കേട്ടോ. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഡയറക്ട്ലി എക്സാമിന് ചോദിക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം? മീറ്ററിലോ സെന്റിമീറ്ററിലോ ഓപ്ഷൻസ് തരാം. ഓക്കെ, 100നോട് അടുത്താണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് 100നോട് അടുത്ത് വരും. 99.3 സംതിങ്, ചിലപ്പോൾ 99.4 എന്നായിരിക്കും കൊടുത്തത്. റൗണ്ട് ഓഫ് ചെയ്ത് 99.4 എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓക്കെ, ഞാൻ ഇത് റൗണ്ട് ഓഫ് ചെയ്യാണ്ട് എഴുതിയേക്കുന്നതാണിത്. ചിലപ്പോൾ റൗണ്ട് ഓഫ് ആയിരിക്കും എക്സാമിന് തരിക. ദ റൗണ്ട് ഓഫ് ഫിഗർ ഓഫ് എന്താണ്? സെക്കൻഡ്സ് പെൻഡുലം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? സോ അപ്പോൾ നമ്മുടെ സമ്മറി പോയിന്റ്സ് നമുക്കൊന്ന് എഴുതി വെക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് എന്നുള്ളത്. ഇക്വേഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ സമ്മറി പോയിന്റ്സ് തരുന്നത്, കാരണം നിങ്ങൾക്ക് അത് കുറച്ച് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, നോക്കണേ. സമ്മറി പോയിന്റ്സ്. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം? ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി റിവിഷൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പരമാവധി തിയററ്റിക്കൽ സൈഡായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവുക. പ്രധാനപ്പെട്ട 1-2 MCQs നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും. കൂടുതൽ MCQs നമ്മൾ ഡെയിലി റിവിഷൻ സീരീസിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നോക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തെടുത്ത് പോകുന്ന അതാത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള MCQs ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്നൊരു റിവിഷനും കിട്ടും. ഓക്കെ, നോക്കണേ. വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ v is equal to omega into root a square minus y square. ശരിയല്ലേ? ഇനി അതിൻ്റെ തന്നെ 2 സ്പെഷ്യൽ കേസ്. അറ്റ് മീൻ പൊസിഷൻ y is equal to 0. ഇവിടുന്ന് v max is equal to a omega എന്ന് കിട്ടും. At extreme position y is equal to a. അവിടുന്ന് v is equal to 0 എന്ന് കിട്ടും. അത് v മിനിമം ആണ്. ഓക്കെ, സോ അടുത്ത പോയിന്റ്, ആക്സലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ മൈനസ് ഒമേഗ സ്ക്വയർ y. ഓക്കെ, ദെൻ അവിടെ മീൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും പറയാം. അറ്റ് മീൻ പൊസിഷൻ എന്താണ്? y is equal to 0. ആക്സലറേഷൻ മിനിമം ആണ്. ആക്സലറേഷൻ മിനിമം is equal to 0. ഇനി
at extreme position y is equal to a, അവിടെ നമുക്ക് ആക്സലറേഷൻ മാക്സിമം ആണ്, ദാറ്റ് ഈസ് എന്ത് വരും, എ ഒമേഗ സ്ക്വയർ. അവിടെ മൈനസ് ഒഴിവാക്കി ഞാൻ എഴുതുന്നുണ്ട്, എ ഒമേഗ സ്ക്വയർ എന്ന് എഴുതുന്നുള്ളൂ, മാക്സിമം ആയിട്ട് എഴുതുന്നുണ്ട്. ദെൻ പിന്നെന്തായിരുന്നു പറഞ്ഞ, പൊട്ടൻഷ്യൽ എനർജി അല്ലെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ്. അവിടെ മീൻ പൊസിഷനിൽ 0 ആണ്. ദെൻ പിന്നെന്താ, അത് ഞാൻ സെപ്പറേറ്റ്ലി എടുത്തെഴുതുന്നില്ല, എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആണ്. ഓക്കെ, ഞാൻ മിനിമം മാക്സിമം എന്ന് വേണമെങ്കിൽ ഒന്ന് എടുത്തെഴുതാം. ഈ മിനിമം എന്ന് പറയുന്നത്, ഇ പി മിനിമം എന്ന് പറയുന്നത് 0 ആണ്. ഇ പി മാക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ്, ദാറ്റ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആയിരിക്കും അല്ലെ, ഒമേഗ എ ആവുന്ന കേസ്. നെക്സ്റ്റ് എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി ഇ കെ മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആവുന്നത് മീൻ പൊസിഷനിലായിരിക്കും, എക്സ് 0 ആവുമ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇനി ഇ കെ മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ആവുന്നത് എക്സ്ട്രീം പൊസിഷനിലായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു എ ആവുന്ന സമയത്ത് അത് 0 ആണ്. ശരിയല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞത് ഫോർമുല വരുന്ന കേസ് എന്താ പിന്നെയുള്ളത്, പിന്നെ നമ്മൾ ഈ ടൈം പീരീഡ് ഓഫ് എ ലോഡഡ് സ്പ്രിങ് അല്ലെ, സ്പ്രിങ്ങിന്റെ കേസിലുള്ള ടൈം പീരീഡ് ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് എത്രയാണ്, ടി ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ. 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കൂടെ ഓർത്ത് വെച്ചോളൂ. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ബോത്ത് ആർ എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. സ്പ്രിംഗ് ആയാലും ഇതായാലും സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ സെക്കൻഡ് പെൻഡുലത്തിന്റെ എത്രയാ, എന്താണ് ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം. ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയാണ്, 99.3 സെന്റിമീറ്റർ, അതല്ലെങ്കിൽ 0.993 മീറ്റർ. ഇതാണ് സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സോ until then, bye bye.